അവരൊരു പണിക്കും പോകില്ല, പോകണം നോക്കിക്കൊണ്ടിരിക്കും. അച്ഛാ, എന്നടാ കാരണം തൊള്ളാറക്കണം? ഇതൊരു വീടാണോ? നേരം വെളുത്തിൽ ഇത്ര നേരമായി, ഇവിടെ തിന്നാൻ കുടിക്കാൻ വല്ലതും ഉണ്ടോ? അമ്മ എന്തേ? നിന്നെ എന്നെ തീറ്റി പോറ്റണ്ടേ? അവള് തൊഴിലുറപ്പിന് പോയി. ഗ്യാസ് തീർന്നുകൊണ്ട് അവളൊന്നും ഉണ്ടാക്കാണ്ടാ പോയത്. എന്നാ ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഇവിടെ വിറകടുപ്പുണ്ടല്ലോ, അതിലേക്ക് വെച്ച് കഞ്ഞി അടുപ്പത്തിട്ട്. നീ ആരെയാ കിടന്ന് പേടിപ്പിക്കുന്നത്? നീ കുറെ നേരം ആളെ ഒന്ന് കുറയ്ക്കണത്. സമയത്തിന് കഞ്ഞിയും കുടിച്ചിട്ട് പൊന്നുപോകുന്ന ഉദ്യോഗത്തിന് പോകാനൊന്നും അല്ലല്ലോ. എന്നെ പോലെ ഒരു മണിക്കും പോകാണ്ട് ഈ ഫോണിൽ കുത്തി ഇരിക്കാനല്ലേ? അച്ഛാ, എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടില്ല അച്ഛാ. ഇച്ചിരി കഞ്ഞി വെച്ചാട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്ക് വന്നേ. വിറക് വേറെ കിടക്കണം, വിറക് വെട്ടി കീറി അടുപ്പത്ത് വയ്ക്കാൻ പാകത്തിനും ഇവിടെ കൊണ്ടുവന്നാ കഞ്ഞി വെച്ചുതരാം. എന്റെ പൊന്നെ, എനിക്കത് ഒട്ടും അറിയില്ല അച്ഛാ. പോത്ത് പോലെ വളർന്നല്ലോടാ. എങ്ങനെയാ വെച്ചാൽ വെട്ടിമുറിച്ച് കൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം കണ്ടല്ല. അപ്പനെ കത്തിക്കാൻ ഞാൻ വിറകിപ്പോൾ കൊണ്ടുവരാം. എന്താടാ? അല്ല, അപ്പന് കത്തിക്കാനേ വിറകിപ്പോൾ ഞാൻ കൊണ്ടുവരാം. വീട്ടുവഴക്ക് മകൻ അപ്പനെ വെട്ടിക്കൊന്നു. വിറക് വെട്ടാൻ പറഞ്ഞതിന് മകൻ അപ്പനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അവനും വലിയ തോന്നാപ്പത്തി കാണിക്കോ? കുടിയെടുക്കണ ശബ്ദമല്ലേ കേൾക്കണത്? വെറുതെ കഞ്ഞൂടി വിറക് വെട്ടാൻ പറഞ്ഞതിന് നീ എന്തിനാടാ പോത്ത ഇവിടെ തെങ്ങിന് തട കൊടുക്കണത്? തെങ്ങിന് തടവെടുക്കാൻ ഭ്രാന്തലായിരിക്കും. അച്ഛൻ്റെ ഈ കോടാലി കൊള്ളില്ല. ഞാൻ എത്ര വെട്ടിന്റെ ഒരെണ്ണം പോലും കൊള്ളില്ല. ഇനിയിപ്പോൾ ഈ മണ്ണ് മാറി കളട്ടെ. ഈ മണ്ണ് കിടന്നിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ കൊട്ടയെടുത്തില്ല. ഈ മണ്ണ് മരവാഴേ